Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ചെയ്യുന്ന പോലെ തന്നെ LD നിലവാരത്തിലും LDC നിലവാരത്തിലും അതോടൊപ്പം ഡിഗ്രി നിലവാരത്തിലും ചോദിച്ച 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, LD ക്ലർക്ക് നിലവാരത്തിലും അതോടൊപ്പം ഡിഗ്രി നിലവാരത്തിലും ചോദിച്ച പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളും ആ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി പ്രധാനപ്പെട്ട 4-5 ടോപ്പിക്കുകളാണ് നമ്മളിന്ന് വിശദമായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓർക്കുക, 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിനെതിരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. അപ്പോൾ മറക്കണ്ട, 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിനെതിരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, പാകിസ്ഥാന്റെ തത്വചിന്തകനെന്നും പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ഒരു നവോത്ഥാന നായകനും അതോടൊപ്പം നവോത്ഥാന മുസ്ലിം നവോത്ഥാന നായകനും അതോടൊപ്പം ഒരു രാഷ്ട്രീയക്കാരനുമായിരുന്നു അവരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മറക്കണ്ട, പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു, പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നെല്ലാം അറിയപ്പെടുന്ന പാകിസ്ഥാന്റെ പ്രവാചകൻ അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഫിലോസഫർ തത്വചിന്തകൻ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ പഠിക്കാം. നമുക്ക് ഓർത്തു വയ്ക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച സംഘടന നമുക്കറിയാം. ഒന്ന്, മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്നൊരു വിദ്യാഭ്യാസ സംഘടന സ്ഥാപിച്ചതും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അലിഗഡ് മൂവ്മെന്റ്, മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന സംഘടനയായ അലിഗഡ് മൂവ്മെന്റ്, ഉത്തർപ്രദേശ് അലിഗഡ് മൂവ്മെന്റ് 1875 അലിഗഡ് മൂവ്മെന്റ് സ്ഥാപിച്ചതും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതോടൊപ്പം 1876 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന കോളേജ് സ്ഥാപിച്ചതും സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1876 പിന്നീട് 1920-കളിൽ ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്തായിട്ട് അറിയപ്പെടുന്നു? ഇന്ന് നമ്മൾ വളരെ പ്രശസ്തമായി അറിയപ്പെടുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നു. അപ്പോൾ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു 1876. പിന്നീട് അത് 1920-കളായപ്പോൾ അത് ഇന്നത്തെ പ്രശസ്തമായ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അതോടൊപ്പം മുസ്ലിം സമുദായത്തിൽ ആദ്യത്തെ ഒരു നവോത്ഥാന സംഘടന എന്നറിയപ്പെടുന്ന അലിഗർ മൂവ്മെന്റ് 1875 ഉത്തർപ്രദേശിലെ അലിഗർ സ്ഥാപിച്ചതും ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന സംഘടന സ്ഥാപിച്ചതും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. മറക്കാതെ പഠിച്ചു. അപ്പോൾ അദ്ദേഹമാണ് 1885 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചപ്പോൾ അതൊരു ഹിന്ദു സംഘടന, അതിനെതിരെ ഒരു സംഘടന വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ എതിർത്തുകൊണ്ട് അതിനെതിരെ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 1888 വർഷം മറക്കണ്ട. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം ശിവപ്രതീക്ഷ നടന്ന വർഷമാണ് 1888. അപ്പോൾ 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ക്ലിയർ ആയിരിക്കും. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? ഓർത്തിക്കുക, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പലതവണ LDC നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ചോദിച്ച ചോദ്യമാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് അത് ഈ പറഞ്ഞ ശ്രീരംഗപട്ടണം ഉടമ്പടി. ഒപ്പുവെച്ചത് 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായ കോൺവാലിസ് പ്രഭുവും തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മറക്കണ്ട, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ആരൊക്കെയാണ്? ടിപ്പു സുൽത്താനും അതോടൊപ്പം തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവും തമ്മിലുള്ള ഒപ്പുവെച്ചത്. ഇനി മൂന്നാം ആംഗ്ലോ മൈസൂർ വാർ. ഓർത്തുവയ്ക്കുക, 4 ആംഗ്ലോ മൈസൂർ വാറുകളാണ് നടക്കുന്നത്. ഒന്ന് 1767-69 ഒന്നാം ആംഗ്ലോ മൈസൂർ വാറും. അത് കഴിഞ്ഞ് 1782 1782 രണ്ടാം ആംഗ്ലോ മൈസൂർ വാറും. അത് കഴിഞ്ഞ് 1790-92 1792 തേർഡ് ആംഗ്ലോ മൈസൂർ വാറും. അത് കഴിഞ്ഞ് 1799 1799 നാലാം ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. അപ്പോൾ അതിൽ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കാനുള്ള കാരണം ടിപ്പുവിൻ്റെ മലബാർ ആക്രമണം. നമ്മുടെ മലബാർ ടിപ്പു സുൽത്താൻ ആക്രമിക്കും. അതാണ് ഈ മൂന്നാം ആംഗ്ലോ മൈസൂർ വാർ 1790-92 നടക്കാനുള്ള കാരണം. ആ യുദ്ധത്തിൽ
നമ്മുടെ കോൺവാലിസ് പ്രഭു ആരെ പരാജയപ്പെടുന്നു? ടിപ്പു സുൽത്താനെ പരാജയപ്പെടുന്നു. ശ്രീരംഗപട്ടണം ഉടമ്പടി നിർബന്ധപൂർവ്വം ഒപ്പുവെക്കുന്നു. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഫലമായി മലബാർ പ്രദേശം മുഴുവൻ ടിപ്പു സുൽത്താൻ ആർക്ക് കൈമാറുന്നു? ബ്രിട്ടീഷുകാർ കൈമാറുന്നു. അങ്ങനെയാണ് നമ്മുടെ മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരുന്നതും കൂടി ഓർത്തു വയ്ക്കുക. അതിനുശേഷം 1799 നാലാം ആംഗ്ലോസ് മൈസൂർ വാർ, ലാസ്റ്റ് ഹാൻഡ് എന്ന നിലയ്ക്ക് ടിപ്പു സുൽത്താൻ ഒരു തവണ കൂടി ശ്രമിക്കുന്നു. അതാണ് 1799 നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം. അതിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും അദ്ദേഹത്തെ ആർതർ വെല്ലസ്ലി അല്ലെങ്കിൽ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, ആർതർ വെല്ലസ്ലി അല്ലെങ്കിൽ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്യുന്നു. ഇതോടുകൂടി ആംഗ്ലോ മൈസൂർ യുദ്ധം പരിപൂർണമായും കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ മറക്കണ്ട, ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നത് 1792 കോൺവാലിസ് പ്രഭുവും ടിപ്പു സുൽത്താനാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ പരാജയ ഫലമായിട്ടാണ്. അത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം മലബാർ ആക്രമണമാണ് ടിപ്പു സുൽത്താൻ്റെ. അതിൽ അദ്ദേഹത്തെ പരാജയപ്പെടുന്ന കോൺവാലിസ് പ്രഭുവാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഭാഗമായി മലബാർ ബ്രിട്ടീഷുകാർ കൈമാറുന്നു. ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നത് 1767-69. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നത് 1780-82. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1790-92. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുന്നത് ആർതർ വെല്ലസ്ലി അല്ലെങ്കിൽ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. അതിൽ ടിപ്പു സുൽത്താൻ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആംഗ്ലോ മൈസൂർ യുദ്ധവും ശ്രീരംഗപട്ടണം ഉടമ്പടിയും ടിപ്പു സുൽത്താനും വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KPMS എന്ന് പറഞ്ഞാൽ അറിയാലോ, കേരള പുലയ മഹാസഭ. കേരള പുലയ മഹാസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ്? കേരള പുലയ മഹാസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ്? ഓർത്തുക, കേരള പുലയ മഹാസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേരള നവോത്ഥാന നായകരിൽ ഒരാളായ മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു കേരള പുലയ മഹാസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ. ചന്ദ്രശേഖര ശാസ്ത്രി ആയിരുന്നു കേരള പുലയ മഹാസഭയുടെ ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ KPMS മറക്കണ്ട, കേരള പുലയ മഹാസഭ ഓർത്തു വയ്ക്കുക. അത് സ്ഥാപിക്കപ്പെട്ടത് 1970-ലാണ്. എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ് സ്ഥാപിക്കപ്പെടുന്നത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അത് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് KPMS കേരള പുലയ മഹാസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് PK ചാത്തൻ മാസ്റ്റർ എന്ന് ഓർത്ത് നോക്കിയ. അദ്ദേഹം മാസ്റ്റർ എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് PK ചാത്തൻ മാസ്റ്റർ എന്ന് ഓർത്ത് നോക്കിയ. ആദ്യത്തെ സെക്രട്ടറി, KPMS ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് ചന്ദ്രശേഖര ശാസ്ത്രിയായിരുന്നു. ഇനി ഓർത്തുക, ഈ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നമ്മുടെ നവോത്ഥാന നായകനെ PK ചാത്തൻ മാസ്റ്റർ ഓർത്തുക. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലെ മാടായിക്കോണത്ത് ജനിച്ച ദളിത് പുലയ നേതാവായിരുന്നു, അല്ലെങ്കിൽ നവോത്ഥാന നായകനായിരുന്നു ആര്? നമ്മൾ പറഞ്ഞ PK ചാത്തൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യക്തി ഓർക്കുക. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യമായ 1946 നടന്ന കുട്ടംകുളം സമരം, അതിൽ പങ്കെടുത്ത നേതാവാണ്. 1947 പാലിയം സത്യാഗ്രഹത്തിലെല്ലാം പങ്കെടുത്ത ഒരു വളരെ പ്രശസ്തനായ ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? PK ചാത്തൻ മാസ്റ്റർ. അതോടൊപ്പം തന്നെ ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ആദ്യത്തെ പട്ടികജാതി ക്ഷേമ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി ക്ഷേമ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ് PK ചാത്തൻ മാസ്റ്റർ. ക്ലിയർ ആയില്ലോ? അപ്പോൾ PK ചാത്തൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഒരെണ്ണ സമരം നടന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഒരെണ്ണ സമരം നടന്നത്? ഓർത്ത് നോക്കിയാൽ കേരളത്തിലെ ആലപ്പുഴ ജില്ല 1958 അന്നത്തെ ബോട്ട് കടത്തുകൂലി 6 പൈസ എന്ന് പറഞ്ഞാൽ ഒരെണ്ണ 6 പൈസ 10 പൈസയാക്കിയതിന്, കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ 1958 അന്നത്തെ ബോട്ട് കടത്തുകൂലി ഒരെണ്ണ എന്ന് പറഞ്ഞാൽ 6 പൈസ 10 പൈസയാക്കിയതിനെതിരെ EMS സർക്കാരിനെതിരെ, അന്നത്തെ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്റായ EMS സർക്കാരിനെതിരെ കേരള സ്റ്റുഡൻസ് യൂണിയൻ KSU നമുക്കറിയാലോ, KSUവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ ഒരു സമരമായിരുന്നു ഒരെണ്ണ സമരം. അന്ന് സമരത്തെ ലീഡ് ചെയ്തത് നമ്മുടെ വയലാർ രവിയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ AK ആൻ്റണിയുമായിരുന്നു ഈ സമരത്തെ ലീഡ് ചെയ്തത്. ഇപ്പോൾ മറക്കണ്ട, ഒരെണ്ണ സമരം നടന്ന് ആലപ്പുഴ ജില്ലയിലാണ്. 1958 ബോട്ട് കടത്തുകൂലി 6 പൈസ എന്നുള്ളത് 10 പൈസയാക്കിയതിനെതിരെ EMS ഗവൺമെൻറ്റിനെതിരെ അന്നത്തെ കേരള സ്റ്റുഡൻസ് യൂണിയൻ KSU നടത്തിയ ഒരു സമരമാണ് ഈ ഒരെണ്ണ സമരം നടന്നത്. അതിനെ ലീഡ് ചെയ്ത ആളുകൾ വയലാർ രവിയും അതോടൊപ്പം AK ആൻ്റണിയായിരുന്നു. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ് പഠിച്ചത്. ഒന്ന്, യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ, അതോടൊപ്പം തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. രണ്ടാമത് പറയുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടിയും 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ്. മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ പഠിച്ച് കേരള പുലയ മഹാസഭയാണ്. നാലാമത് നമ്മൾ പഠിച്ച ടോപ്പിക്ക് എന്നത് ഒരെണ്ണ സമരമാണ്. അപ്പോൾ ഈ 4 ടോപ്പിക്കുകളും വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന വാട്സാപ്പിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും
ബൈ.